ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫെമിന ഗ്രൂപ്പ് ഓഫ് രാജസ്ഥാനി ഓൾ ഇന്ത്യൻ കുക്കിംഗ് കോമ്പറ്റീഷനിൽ മത്സരിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് ഷീജ റാണി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ജഗതി സ്വദേശിയാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ സ്പൈസി മുഹബത്താണ്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുക, ലൈക്കും ഷെയറും മാക്സിമം തന്ന് വിന്നറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ സ്പൈസി മുഹബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ 10 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി മിക്സാണിത്. ഇത് ഇതിലേക്ക് കാശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകും നന്നായി മിക്സിയിൽ ക്രഷ് ചെയ്തതാണ്. നമുക്കിത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 5 തുള്ളി നാരങ്ങ നീരും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം. ഇത് എണ്ണയെന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തവിട് എണ്ണയാണ്. അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പാകത്തിന്, അതിനളവില്ല, നമുക്ക് എത്ര വേണോ ആവശ്യം അത് ഉപയോഗിക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ മസാലയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനൊരു 10-12 മുളക് വറുത്തെടുക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ് 1 പിടി മല്ലി വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പട്ട, ജീരകം, ഗ്രാമ്പു, പെരുംജീരകം എല്ലാം കൂടെ ചേർത്ത് അതൊരു മസാല ഞാൻ വറുത്തെടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് സവാള, ഒരു സവാള സ്ലൈസ് ചെയ്തത് വറുത്തെടുക്കുന്നു. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങയും ഇതും കൂടെ നന്നായിട്ട് മസാലയാക്കി വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഫ്രൈ ആയി എടുക്കാം. കരിഞ്ഞു പോകരുത്. നല്ല ബ്രൗൺ നിറമാകുന്നുണ്ട്. നമുക്ക് വലിയ വറുത്ത് പോകാം. കുറച്ചും കൂടെ ഒന്ന് മൂക്കണം. മൂക്കില്ലെങ്കിൽ നമുക്കത് മസാലയൊക്കെ അരച്ചെടുക്കാൻ പറ്റില്ല.
മൂത്ത മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വറുത്തിട്ട് വരും. നന്നായിട്ട് മൂക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലി, ഞാനിവിടെ ഒരു പിടി മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ആ മല്ലിയും വറുക്കാം. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പട്ട, ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, ഈ മസാലകളും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നതിലേക്ക് വറുത്ത് പോരാം. നല്ല ബ്രൗൺ നിറമായില്ലെങ്കിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. അതാണ് വറുത്ത് കൊള്ളുന്നത്. നല്ല മൂത്ത് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അടുത്തതായിട്ട് ഞാൻ വറുക്കാൻ പോകുന്നത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് ഇതുപോലെ ബ്രൗൺ നിറമായിട്ട് വറുത്ത് പോരാം. നല്ല ബ്രൗൺ നിറമായിട്ട് തേങ്ങയും നന്നായിട്ട് ഞാൻ ഫ്രൈ ആയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്തത് മസാലയ്ക്കുള്ള സവാള വറുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പ് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ നിറമായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട്. എന്നിട്ട് തന്നെ വറുത്തെടുക്കാം. നമ്മളുടെ ചിക്കനൊക്കെ നല്ല മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഞാനിപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന
ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതും കൂടി 1 ടേബിൾ സ്പൂൺ ഇടാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ബാക്കിയുള്ള സവാള, ഒരു സവാളയും കൂടി ബാക്കിയുണ്ട്, അതും ചേർക്കാം. ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 5 തുള്ളി ലെമൺ ജ്യൂസ്, പാകത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് കുറച്ച് പച്ച ചുവ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലാത്ത രീതിയിലാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും എല്ലാം നല്ല മൂത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അരച്ച കൂട്ടാണിത്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത മസാലയാണ് അത് ചേർക്കാം. സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം മൂത്ത് പാകമായപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതൊന്ന് നല്ല ഒരു 2 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് മൂടി നമുക്ക് വേവിക്കാം. നമ്മുടെ ചിക്കൻ മൂത്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർക്കാം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക്, സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്പൈസി മുഹബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.